ജാസിയെ വളയ്ക്കാൻ നോക്കിയത്ര മുരാരി തന്ത്രി കേട്ടങ്ങള് കേട്ടോക്കെ. മുരാരി തന്ത്രി ഉണ്ടല്ലോ, തന്ത്രി എന്നെ ഇയാളെ ഞാൻ ഫസ്റ്റ് കാണാൻ ദുബായ് വെച്ചിട്ടാണ്. ഇയാളെ എന്നെ പരിചയപ്പെടുത്തി തരുന്നത് നന്ദിനി റെഡ്ഡി എന്നുള്ള ഈ പെൺകുട്ടിയാണ്. സിനിമയിൽ അവസരം കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. പക്ഷേ ജാസി ആഷി ഗുണ്ടേഷേട്ടന്റെ കൂടെ പോയി, അത് കാരണം നടന്നില്ല. രണ്ടാമത് പറഞ്ഞത്രേ ഒറ്റക്കൊറ്റക്ക് വായോ എന്നുള്ളത്. പക്ഷെ അപ്പൊ തന്നെ തോന്നി അത്ര ഇത് പാരച്യൂട്ടിന് പണിയാവും, അത് കാരണം പോണ്ടാന്നുള്ളത്. സംഭവം കട്ട് ചെയ്ത് കളഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് അടുത്തതാണ് കോമഡി. ഇയാളെ പരിചയപ്പെടുത്തി കൊടുത്തതേ നമ്മുടെ നന്ദിനി റെഡ്ഡിയാണ്. നന്ദിനി റെഡ്ഡി പറഞ്ഞൊന്ന് കേട്ടോക്കി. അല്ലടാ ജാസി, ഞാന് വേണ്ടെന്ന് വിട്ടാക്കുന്നത് എനിക്ക് സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല. പിന്നെ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നീ പാടിയ പാട്ടിനെ ഇങ്ങനെ കണ്ടിന്യൂ പാടിക്കൊണ്ടിരിക്കുക, അത് വലിയ മജയില്ല. ഓക്കെ, പിന്നെ നീ പറഞ്ഞത് നിന്റെ മറ്റേ സാമിനെ നിനക്ക് ഞാനാ പരിചയപ്പെടുത്തിയേ. അവരേതോ മൂവി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിനക്ക് റോള് തരുമെന്ന് വെച്ച് നീ പൊക്കി പിടിച്ചോണ്ട് പോയതല്ലേ. പിന്നെ അവർക്ക് ഹീറോയിനായിട്ട് വേണ്ടത് പെണ്ണിനെ ആയിരുന്നു, കുണ്ടനെയല്ല. അതുകൊണ്ട് അവനെ പറഞ്ഞു വിട്ടെ. അതിന്റെ ദേഷ്യമാണ് അവൻ തീർക്കുന്നത്. അത് ശരി, അങ്ങനെയായിരുന്ന കാര്യങ്ങൾ. നമ്മളെല്ലാവരും വെറുതെ കാട് കയറി ചിന്തിച്ച് പേരച്ചുട്ട് വെളിച്ചെണ്ണ തേങ്ങാക്കൂല. എന്തായാലും കൊള്ളാം, ആള് പെണ്ണാച്ചിട്ട് അത്ര വിളിച്ചേ. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ അത്ര കാര്യം മനസ്സിലായത് ഇത് പെണ്ണല്ല, ഇത് ഗുണ്ടേഷേട്ടനാണ് എന്നുള്ളത്. ഇപ്പോഴല്ലേ കാര്യം പിടി കിട്ടി. അപ്പൊ ശരിട്ടാ.